ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എന്റെ നല്ലവരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കഥയിലേക്ക് കടക്കാം. എന്റെ പേര് തങ്കം. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഭർത്താവ് ബാബുക്കുട്ടൻ ടൗണിൽ പലചരക്കട നടത്തുന്നു. ഒരു മകളുണ്ട്, ശ്രീകുട്ടി. അവളുടെ വിവാഹം കഴിഞ്ഞു. മരുമകന്റെ പേര് അബി. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ശ്രീകുട്ടിയുടെ വിവാഹം നടന്നു. അന്ന് അവൾക്ക് 19 വയസ്സും അബിക്ക് 26 വയസ്സുമായിരുന്നു പ്രായം. ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. അബിക്ക് പഞ്ചായത്തിലായിരുന്നു ജോലി. വിവാഹം കഴിഞ്ഞ ശേഷം ആലപ്പുഴയിലുള്ള ഫ്ളാറ്റിലായിരുന്നു താമസം. നല്ല സ്വഭാവവും നല്ല ജോലിയും. പിന്നെ അവനെ കാണാൻ വലിയ തരക്കേടും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ആലോചന വന്ന പാടെ എല്ലാവർക്കും ഇഷ്ടമായി. അതുമാത്രമല്ല, ഞങ്ങൾ താമസിക്കുന്ന വീടും അവരുടെ ഫ്ളാറ്റും തമ്മിൽ വലിയ അകലമൊന്നുമില്ലായിരുന്നു. ഏറിയാൽ ഒരു 5 കിലോമീറ്റർ അകലം. എപ്പോ വേണമെങ്കിലും പോകാം വരാം. ഈ കഴിഞ്ഞ 3 വർഷത്തിലും അവർ വലിയ സ്നേഹത്തിൽ തന്നെയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷേ അവൻ അവളെ ചതിക്കുകയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഈ കഴിഞ്ഞ മാസം വരെ അവനെ ഒരു സംശയവും എനിക്കുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ആ വിവാഹത്തിന് പോകാതിരുന്നെങ്കിൽ അവൻ ഏതോ ഒരു പെണ്ണുമായി കറങ്ങി നടക്കുന്നത് ഞാൻ കാണാൻ ഇടവരില്ലായിരുന്നു. ഞങ്ങളുടെ തൊട്ടയലത്തുള്ള രമേശിന്റെ കല്യാണത്തിന് ചേർത്തലയിൽ പോയപ്പോഴാണ് ഞാൻ ബസ്സിൽ വെച്ച് അവന്റെ കാറിനുള്ളിൽ ഏതോ ഒരു പെണ്ണുമായി കൊഞ്ചിക്കുഴയുന്നത് ഞാൻ കണ്ടത്. അതിനുശേഷം അവൻ വീട്ടിൽ വരുമ്പോൾ ഞാൻ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ തന്നെ അവൻ ഏതു നേരവും ഫോണിലാണ്. കഴിഞ്ഞ ദിവസം വീട്ടിൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ അറിയാതെ അവന്റെ ഫോണിന്റെ ലോക്ക് ഞാൻ മനസ്സിലാക്കി. എപ്പോൾ നോക്കിയാലും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ഫോണൊന്ന് പരിശോധിക്കണമെന്ന് എനിക്ക് തോന്നി. രാവിലെ ശ്രീകുട്ടി അടുക്കളയിലും അവൻ ബാത്റൂമിലും പോയ തക്കം നോക്കി ഞാൻ അവന്റെ ചാർജ് ചെയ്യാൻ വെച്ച ഫോൺ എടുത്ത് ലോക്ക് മാറ്റി നോക്കിയപ്പോഴാണ് ഞാൻ വാട്സപ്പിൽ ഈ വക തോന്നിവാസങ്ങളൊക്കെ കണ്ടത്. എത്ര പെണ്ണുങ്ങളാ അവന്റെ ചാറ്റ് ലിസ്റ്റിൽ. എല്ലാം ഞാൻ ഓപ്പൺ ആക്കിയില്ല. ഒന്ന് രണ്ട് പേരുടെ നോക്കിയപ്പോൾ തന്നെ കാര്യം ഏകദേശം എനിക്ക് പിടികിട്ടി. എന്റെ മരുമകൻ ഒരു സ്ത്രീലമ്പടൻ തന്നെ. പെട്ടെന്ന് ഗാലറി ഓപ്പൺ ചെയ്തപ്പോൾ ഒരു സീക്രട്ട് ഫോൾഡറിൽ എന്റെയും വേറെ ചില പെണ്ണുങ്ങളുടെയും രഹസ്യ ഫോട്ടോകളും വീഡിയോകളും ഞാൻ കണ്ടു. ഞാൻ ഫോൺ ലോക്ക് ചെയ്ത് വെച്ച ശേഷം സെറ്റിയിൽ വന്നിരുന്നു. ശ്രീകുട്ടിയുടെ വിളി കേട്ടാണ് ഞാൻ ആ അന്താളിപ്പിൽ നിന്ന് ഉണർന്നത്. എത്ര നേരം കൊണ്ട് ഞാൻ അമ്മയെ വിളിക്കുന്നു. ആ, ദാ വരുന്നു മോളെ. ഞാൻ അവളുടെ വിളി കേട്ട് അടുക്കളയിലേക്ക് പോയി. അബി കുളിച്ചു വന്ന് ഡ്രസ്സൊക്കെ മാറി ജോലിക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു. ബാബുവേട്ടൻ രാവിലെ തന്നെ കട തുറക്കാൻ പോയി. അമ്മേ, കാപ്പി ആയോ? അവൻ എന്നെ അമ്മയെന്ന് വിളിച്ചപ്പോൾ എനിക്ക് അവനോട് ദേഷ്യമാണ് തോന്നിയത്. പക്ഷേ ശ്രീകുട്ടി ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. എല്ലാം ഉള്ളിലൊതുക്കി. കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രീകുട്ടിയാണ് മിണ്ടിയത്. അബിയേട്ടാ, ഞാൻ 2 ദിവസം ഇവിടെ നിൽക്കട്ടെ? ആയിക്കോട്ടെ, അബി പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. കാപ്പി കുടി കഴിഞ്ഞ് അബി പോയപ്പോഴാണ് ആ ശ്വാസമുട്ടൽ നിന്ന് എനിക്ക് ഇത്തിരി ആശ്വാസമായത്. എങ്ങനെയൊക്കെയോ രാത്രിയായി. ഞാൻ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എനിക്ക് ഉറക്കം വന്നില്ല. ബാബുവേട്ടൻ ക്ഷീണം കാരണം നേരത്തെ ഉറങ്ങി. വിളിച്ചു ബാബുവേട്ടനോട് കാര്യം പറഞ്ഞാലോ? എങ്കിലേ എനിക്കെന്റെ ആദി മാറൂ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഉള്ളിലൊതുക്കി നടക്കാൻ വളരെ പ്രയാസം തോന്നി. എന്താ ഇപ്പൊ ചെയ്യുക? എന്റെ മോളുടെ ജീവിതം എന്തായാലും നേരം വെളുക്കട്ടെ, ഞാൻ തീരുമാനിച്ചു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് ബാബുവേട്ടൻ കടയിലേക്ക് പോയി കഴിഞ്ഞ് കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് മാറുമ്പോൾ ശ്രീകുട്ടി ചോദിച്ചു, അമ്മ എങ്ങോട്ട് പോകുന്നു? എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോകണം മോളെ. അവളുടെ മുഖത്ത് നോക്കാതെയാണ് ഞാനത് പറഞ്ഞത്. വീട്ടിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിനിടയിൽ ഞാൻ അബിയെ വിളിച്ചു. ഹലോ, എന്താ അമ്മേ? അബി ഫോൺ എടുത്തു. ആ അബി, നീ എവിടെയാ? അല്പം ഗൗരവത്തോടെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുന്നമ്മേ. എന്താ അമ്മേ കാര്യം? എനിക്ക് നിന്നെ ഒന്ന് കാണണം. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ അമ്മ, എന്ത് പറ്റി? അത് ഞാൻ നേരിട്ട് പറയാം. എന്റെ സംസാരം കേട്ട് കാര്യം എന്തോ ഗൗരവമുള്ളതാണെന്ന് അവന് മനസ്സിലായി. കാരണം ബസ് കാണാത്തത് കൊണ്ട് ഞാൻ ഒരു ഓട്ടോ വിളിച്ച് നേരെ അവന്റെ ഫ്ളാറ്റിലേക്ക് പോയി. എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഒറ്റയ്ക്ക് ഈ ആഭാസന്റെ കൂടെ എന്ന ചിന്ത എന്നെ അലട്ടാതിരുന്നില്ല. ഞാൻ എത്തുമ്പോൾ അവൻ ഫ്ളാറ്റിന്റെ വാതിക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഓഫീസിൽ പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. എന്നെ കണ്ടതും അവൻ വെളിയിലേക്ക് ഇറങ്ങി വന്ന് അകത്തേക്ക് സ്വീകരിച്ചു. വാതിൽ കുറ്റിയിട്ട് എന്നോട് ചോദിച്ചു, എന്താ അമ്മേ,
എന്തു പറ്റി? ഞാൻ അവനെ രൂക്ഷമായി ഒന്ന് നോക്കി. നീ എന്നെ അമ്മയെന്ന് വിളിക്കരുത്. ദേഷ്യം കൊണ്ട് എന്റെ സൗണ്ട് ഉയർന്നു. അമ്മ എന്തായി പറയുന്നത്? അവൻ ചോദിച്ചു. ഞാൻ എന്തു ചെയ്തെന്നാ അമ്മേ? നിനക്കറിയില്ലേ? നിനക്കറിയില്ലേടാ? നീ എന്റെ മോളെ ചതിക്കുകയായിരുന്നു അല്ലേ? കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കുകയാണ് നിന്റെ പണി അല്ലേ? കൂടാതെ സ്വന്തം മോനെ പോലെ കണ്ട എന്നെ നീ ഇത്ര വൃത്തികെട്ടവനായിരുന്നോടാ നീ? എന്റെ ദേഷ്യത്തിന്റെ കാരണം അവൻ ഏകദേശം മനസ്സിലായി തുടങ്ങി. അവൻ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അമ്മ എന്ത് കണ്ടെന്നായി പറഞ്ഞു വരുന്നത്? ഞാൻ കണ്ടു നീ കണ്ണിൽ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കാറിലൊക്കെ കറങ്ങി നടക്കുന്നത്. മാത്രമോ നിന്റെ ഫോണിലും. ദൈവമേ, ഇങ്ങനെ ഒരുത്തനെയാണല്ലോ എനിക്ക് മരുമകനായിട്ട് കിട്ടിയത്. എനിക്ക് ആകെ സങ്കടം വന്നു. അവന്റെ കള്ളത്തരം വെട്ടത്തായ ഭാവമൊന്നും അവന്റെ മുഖത്ത് കാണാനില്ല. അപ്പോ എല്ലാം മനസ്സിലാക്കിയ നിലയ്ക്ക് ഇനി ഞാനൊന്നും മറക്കുന്നില്ലമ്മേ. എനിക്ക് പല പെണ്ണുങ്ങളുമായും പല പല ചുറ്റിക്കളികളും ഉണ്ട്. കല്യാണത്തിന് മുൻപ് ഇതൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിതൊക്കെ വേണ്ട എന്ന് വെച്ചതാ. കാരണം നല്ലൊരു പെണ്ണിനെയാണല്ലോ എനിക്ക് കിട്ടിയതെന്ന് ഓർത്തു. പക്ഷേ എന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിയമ്മേ. എനിക്ക് വേണ്ടത് നൽകാൻ അമ്മയുടെ മകൾക്കാകുന്നില്ല. ആദ്യം അമ്മ പോയി അമ്മയുടെ മോളോട് ചോദിക്ക്, അപ്പോൾ അറിയാൻ കാര്യം. ഞാൻ എന്തിനാ വേറെ പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നതെന്ന്. എന്നും രാത്രിയായാൽ അവൾക്ക് ഭയങ്കര ക്ഷീണം. ആഴ്ചയിൽ ഒരു വട്ടം, അതും ഞാൻ നല്ല രീതിയിൽ ബലം പിടിച്ചാൽ മാത്രം. ഇങ്ങനെയുള്ള ഭാര്യയായാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും അമ്മ പറ? എനിക്ക് അവളോട് ഭയങ്കര സ്നേഹമൊക്കെയാണ്. പക്ഷേ എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ അവൾക്ക് കഴിവില്ല. അമ്മ പോയി അവളോടൊന്ന് ചോദിച്ചു നോക്കിയേ ശരിയാണോ എന്ന്. ഞാൻ പോട്ടെ, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഞാൻ അമ്മയെ വിളിക്കാം, അവൻ പറഞ്ഞു. ഞാൻ കണ്ണു തുടച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. വീടെത്തി വാതിൽ തുറന്ന ശ്രീകുട്ടി എന്നെ കണ്ടൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്തു പറ്റിയമ്മേ, പെട്ടെന്നിഞ്ഞു വന്നല്ലോ? എന്താ ബാങ്ക് അവധിയോ വല്ലോ ആണോ? ഞാനൊന്നും പറഞ്ഞില്ല. മോളെ, ഞാനൊന്ന് കിടക്കട്ടെ. അഭി വിളിച്ചായിരുന്നോ? ഇല്ല. എന്താ അമ്മേ? ഓ, ചുമ്മാതെ ചോദിച്ചതാടി. നീ നാളെ പോകുന്നുണ്ടോ? ഇല്ലമ്മേ. ഞാൻ റൂമിൽ കയറി ഡ്രസ്സ് പോലും മാറാതെ ബെഡിൽ കയറി കിടന്നു. മനസ്സു മുഴുവൻ മരുമകൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ചിന്തിച്ചത്. വൈകിട്ട് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ചെന്നിരുന്നു. മോളെ, എന്താ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്തു പ്രശ്നം? അവൾ തലയാട്ടി. നിങ്ങളുടെ ദാമ്പത്യം എങ്ങനെയാ? ഞാനൊരല്പം ചമ്മലോടുകൂടി അവളോട് ചോദിച്ചു. അഭിക്ക് വല്ല കുഴപ്പവും ഉണ്ടോ? എനിക്കറിയാം അവൻ ഒരു കുഴപ്പവും ഇല്ലെന്ന്. അത് അമ്മേ, ഏട്ടനല്ല, എനിക്കാണ് പ്രശ്നം. എന്തു പ്രശ്നം? മോൾ അമ്മയോട് പറ. ഞാനത് അമ്മയോട് എങ്ങനെയാ പറയുന്നത്? പറ മോളെ, നിനക്ക് വേറെ ആരോട് പറയാനാ? അമ്മേ അത് ഞങ്ങളുടെ ജീവിതം അത്രയ്ക്ക് സുഖകരമൊന്നും അല്ല. അപ്പോൾ അഭി പറഞ്ഞത് ശരിയാണ്, ഞാൻ ഓർത്തു. അതമ്മേ, എനിക്ക് നല്ല വേദനയാണ് ചെയ്യുമ്പോൾ. മോളെ, അതൊക്കെ സാധാരണയല്ലേ? 2-3 കൊല്ലമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? പിന്നെയും വേദന എന്ന് പറയാൻ നിനക്ക് നാണമില്ലേ? അതമ്മേ, ഏട്ടന്റെ അത് പറയടി. എനിക്ക് ആകാംക്ഷയായി. അവൾ പതിയെ എന്നോട് പറഞ്ഞു. അഭിയേട്ടന്റെ ഭയങ്കര വലുതാണമ്മേ. വലുതെന്ന് പറഞ്ഞാൽ? ഞാനത് അറിയാനായി ചോദിച്ചു. വലുതെന്ന് പറഞ്ഞാൽ വലുത്. എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും വലുത്. മാത്രമല്ല, അങ്ങേർക്ക് ഇതിൽ ഭയങ്കര ആക്രാന്തവുമാ. സത്യം പറഞ്ഞാൽ ഏട്ടൻ പാവമാണമ്മേ. അവളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. മെയിനായിട്ട് പറഞ്ഞാൽ അവൾക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. ചമ്മൽ കാരണം കൂട്ടുകാരികളുടെ അടുത്ത് പോലും ചോദിക്കാറുണ്ടാവില്ല. ഇതിപ്പോൾ എന്തു ചെയ്യും മോളെ? മോളെ, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ കിടപ്പറയിൽ ഒരു നാണവും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ എത്ര സോഷ്യലാണോ അവിടാണ് നിങ്ങളുടെ ദാമ്പത്യ വിജയം. പുരുഷന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ സ്ത്രീകൾ നിന്നു കൊടുക്കേണ്ടതായി വരും. അതൊക്കെ ഇതിനകത്തുള്ളതാ. അമ്മയ്ക്കത് പറയാം. അമ്മയ്ക്ക് ഈ ഒരവസ്ഥ വന്നാലേ അറിയൂ. എനിക്ക് ഈ ഒരവസ്ഥ വരില്ല, വരാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. നിന്റെ അച്ഛനെ ഞാൻ ആയ കാലത്തൊക്കെ നല്ല രീതിയിൽ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് കഴിവില്ലാത്തത് കൊണ്ട് അവൻ വേറെ പലരുടെ അടുത്തും പോയാലോ? അത് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ വിള്ളൽ വീഴാൻ അത് പോരെ? അഭിയേട്ടൻ അങ്ങനൊന്നും ചെയ്യില്ലമ്മേ. അഭിയേട്ടൻ ആളൊരു പാവമാണമ്മേ. അഭിയേട്ടൻ എന്നെ ഭയങ്കര ജീവനാ. നീ അറിയുന്നില്ലല്ലോ അവന്റെ തനിക്കുണം. ഞാൻ മനസ്സിൽ പിറുപിറുത്തു. പക്ഷെ മോളെ, അവന് വേണ്ടത് നിനക്ക് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സ്നേഹമൊക്കെ ഒരു നാൾ കുറയും. മാത്രമല്ല, അവന്റെ വീട്ടുകാർ പോലും നിന്നെ കൈയൊഴിയും. അവൾ ആകെ വിഷമിച്ചു. ഞാൻ ശ്രമിക്കാം അമ്മേ, അവൾ വിഷമത്തോടെ പറഞ്ഞു. ഞാൻ മൂളി. ലഗാന് ഭയങ്കര വലിപ്പമാണെന്ന് അവൾ പറഞ്ഞപ്പോൾ മുതൽ എനിക്ക് വല്ലാത്തൊരു തരിപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി.
താൻ മനസ്സു വെച്ചാൽ അവൻ വേറെ സ്ത്രീകളെ തിരക്കി പോവുകയുമില്ല. രാത്രി കിടന്നപ്പോഴാണ് എന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നത്. ബാബുവേട്ടൻ ഉറങ്ങി. മെസ്സേജ് എടുത്ത് നോക്കിയപ്പോൾ അബിയാണ്. എന്തായി അമ്മേ, അവിടെ അവളോട് ചോദിച്ചില്ലേ? ആ ചോദിച്ചു. എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? അവളെല്ലാം പറഞ്ഞു. ഇനി അമ്മ പറ, ഞാൻ വേറെ പോകുന്നതിൽ തെറ്റു വല്ലതും ഉണ്ടോ? മോനെ അത് എന്റെ മകളുടെ ഭാഗത്തുള്ള കുറവ് തന്നെയാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ മോൻ ഇനി വേറെ തിരക്കി പോകണ്ട. മോന്റെ ആഗ്രഹം ഞാൻ തീർത്തു തരാം. ഫോണിന്റെ മറുതലയ്ക്കൽ നിശബ്ദത. എന്താടാ, എന്തു പറ്റി? ഓ ഒന്നുമില്ലമ്മേ, സന്തോഷം കൊണ്ട് വാക്കുകൾ വരുന്നില്ല. സമ്മതിച്ചു. ഇനി അമ്മ പറയുന്നത് പോലെ തന്നെ ഞാൻ അനുസരിക്കാം. എന്റെ മനസ്സിലും മകൾ പറഞ്ഞത് മുതൽ ഒരാഗ്രഹം പൊട്ടിമുളച്ചതാ. ആ എങ്കിൽ നീ ഒരു കാര്യം ചെയ്, ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് പോരെ. നിന്റെ ആഗ്രഹം ഞാൻ സഫലീകരിച്ചു തരാം. ഓക്കേമേ, ദാ വരുന്നു. ശരി. ഫോൺ വെച്ചു. എന്റെ ആഗ്രഹവും സഫലമാകുന്നത് ഓർത്ത് ഞാൻ അവനെയും കാത്തങ്ങനെ ഇരുന്നു.